Hello everyone, very good morning. Calicut University 5th semester PBA syllabusലെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പേപ്പറാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന യൂണിറ്റിലെ കുറച്ച് പോർഷൻസാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന യൂണിറ്റിൽ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, ബെനിഫിറ്റ്സ്, പ്രോസസ്സ്, HR ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, സപ്ലൈ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, സ്കിൽ ഇൻവെൻട്രീസ്, മാനേജ്മെൻറ്റ് ഇൻവെൻട്രീസ്, മൈക്രോ ലെവൽ മാൻ പവർ പ്ലാനിംഗ് ആൻഡ് ലേബർ മാർക്കറ്റ് അനാലിസിസ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സക്സഷൻ പ്ലാനിംഗ്, ഓർഗനൈസേഷണൽ HR പ്ലാനിംഗ്, സ്റ്റോക്ക് ടേക്കിംഗ്, വർക്ക് ഫോഴ്സ് ഫ്ലോ മാപ്പിംഗ്, ഏജ് ആൻഡ് ട്രേഡ് ഡിസ്ട്രിബ്യൂഷൻ മാപ്പിംഗ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നോക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു HRP ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യു നോ വാട്ട് പ്ലാനിങ് ഇസ്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ആക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഒരു കാര്യത്തിൻ്റെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു റിസോഴ്സ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുന്നതും അതിൻ്റെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് ജോബിൽ റൈറ്റ് പേഴ്സണിനെ അസൈൻ ചെയ്താലാണ് നമുക്ക് ബെറ്റർ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ഓഫ് ദാറ്റ് റിസോഴ്സ് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിനാൻസ് റൈറ്റ് പ്ലേസിൽ നിന്ന് സ്വരൂപിക്കണം, റൈറ്റ് എമൗണ്ട് ആയിരിക്കണം, അത് റൈറ്റ് പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് HR പ്ലാനിങ് എന്ന് പറയുന്നതും. The process of determining the right number and right kind of people at right place and at the right time. റൈറ്റ് നമ്പറിലുള്ള അതുപോലെ തന്നെ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, അതായത് അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആ ഒരു ഓർഗനൈസേഷന് ആവശ്യമുള്ള രീതിയിലുള്ളതായിരിക്കണം. പിന്നെ റൈറ്റ് പ്ലേസിലായിരിക്കണം അവരെ അസൈൻ ചെയ്യുന്നത്, റൈറ്റ് ജോബിലായിരിക്കണം. ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം, എപ്പോഴാണ് ഓർഗനൈസേഷനിൽ ഒരു വേക്കൻസി ഉണ്ടാകുന്നത് ആ സമയത്തായിരിക്കണം നമ്മൾ ആ സമയത്ത് തന്നെ ഹയർ ചെയ്യണം. HRP ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ സൈസ് ആൻഡ് മേക്കപ്പ് ഓഫ് ദ ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ്. നമുക്ക് എത്രയാണോ ആളുകളെ ആവശ്യമുള്ളത്, നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര പൊസിഷനാണ് വേക്കൻ്റായി കിടക്കുന്നത്, അവിടേക്ക് നമ്മൾ അത്രയും നമ്പർ ഓഫ് പീപ്പിളിനെ ഹയർ ചെയ്യണം. പ്ലസ് അവരുടെ ക്വാളിറ്റീസ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഒക്കെ ഈ ഒരു വർക്ക് ഫോഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡിനെ മാച്ച് ചെയ്യുന്നതായിരിക്കണം. എയിംസ് അറ്റ് ബെനിഫിറ്റിംഗ് ബോത്ത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇങ്ങനെ നമ്മൾ റൈറ്റ് പേഴ്സണിനെ റൈറ്റ് ജോബിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബെനിഫിറ്റ്സ് ബോത്ത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ഓർഗനൈസേഷൻ. ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് പേഴ്സണാണ് റൈറ്റ് ജോബിലുള്ളതെങ്കിൽ അവിടെ ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ആഡ്സ് ടു ദ പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷന് അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഡെഫിനേഷൻ നോക്കാം. ഇൻ ദ വേർഡ്സ് ഓഫ് സ്റ്റെയ്നർ, manpower planning is the strategy for actualization, utilization, improvement and preservation of an organization's human resource. സ്റ്റീനറിൻ്റെ അഭിപ്രായപ്രകാരം മാൻപവർ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി മേക്കിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ് അവിടെ ഉണ്ടാക്കുന്നത്? പീപ്പിളിനെ ഹയർ ചെയ്യുന്ന സമയത്ത്, നമുക്ക് വേണ്ട വർക്ക് ഫോഴ്സിനെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യണം. അവരെ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് പ്ലേസിലായിരിക്കണം അവരെ അസൈൻ ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് വേണ്ട ഇംപ്രൂവ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യണം. ഇംപ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് അവരെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, അവരുടെ സ്കിൽസൊക്കെ. പിന്നെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിസർവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരെ ഒരു സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത് എങ്ങനെയാണോ? അവർക്ക് അവിടെ ഒരു ബെറ്റർ വർക്ക് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. നല്ല സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ മൊറയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, അതായത് ലേബർ ലോസിനനുസരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നൊക്കെയുള്ളത് എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ എമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒക്കെ ഇവരുടെ മൊറയിൽ ഇൻക്രീസ് ചെയ്യാം. മൊറയിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് അതിനൊപ്പം തന്നെ ഇൻക്രീസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ
പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പ്ലസ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ത്രൂ എ പ്ലാനിങ് ആണ്. അതിനാണ് നമ്മൾ HR പ്ലാനിങ് എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രാറ്റജീനെയാണ് HR പ്ലാനിങ് എന്ന് പറയുന്നത് എന്നാണ് സ്റ്റെയ്നർ പറഞ്ഞ ഡെഫിനിഷൻ. അടുത്ത നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞതിലൊക്കെ ഉണ്ട്. ഫോർവേഡ് ലുക്കിംഗ് ആണ് പ്ലാനിങ്, എപ്പോഴും ഫ്യൂച്ചർ ഫോർകാസ്റ്റിംഗ് ആണല്ലോ. ഫോർവേഡ് ലുക്കിംഗ് ആണ്. പിന്നെ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിങ്. കോർപ്പറേറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന് മൊത്തമായിട്ട് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവിൻ്റെ സബ് പാർട്സ് ആണ് ഈ HR പ്ലാനിങ് അല്ലെങ്കിൽ ഇൻവെൻട്രി പ്ലാനിങ് എന്നൊക്കെ പറയണത്. ഈ ഒരു വലിയ പ്ലാനിൻ്റെ ചെറിയൊരു ഭാഗമാണ് HR പ്ലാനിങ് എന്ന് പറയുന്നത്. ഓൺഗോയിങ് പ്രോസസ്സാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു പൊസിഷൻ വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ പുതിയൊരാളെ ഹയർ ചെയ്യണം. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പൊസിഷൻ വാക്കൻ്റ് ആവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ജോബ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. എയിംസ് അറ്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻസ് കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ HR. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് വർക്ക് ഫോഴ്സ് ഉണ്ട്. കറൻറ്റ് HR ഉണ്ട്, ഫ്യൂച്ചർ HR ഉണ്ട്. കറൻറ്റ് HR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ്. പ്ലസ് ഫ്യൂച്ചർ HR എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഒരു പൊസിഷനിലേക്ക് വേണ്ടി ഹയർ ചെയ്യാൻ പോകുന്ന എംപ്ലോയീസ്. ഇവരുടെ രണ്ടുപേരുടെയും ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എയിം ചെയ്യുന്ന രീതിയിലുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ HR പ്ലാനിങ്ങിൽ പ്ലാൻ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ്, ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഒന്നെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ എ സിസ്റ്റംസ് അപ്രോച്ച് ടു HR. എ സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത് അതിനൊരു ഇൻപുട്ട് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനകത്ത് എത്രത്തോളം ആളുകൾ നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ വർക്ക് ഫോഴ്സ്, അതായത് നമ്മുടെ ജോബ് പൊസിഷനിലേക്ക് വേണ്ട രീതിയിലുള്ള വർക്ക് ഫോഴ്സ് എത്രത്തോളം അവൈലബിൾ ആണ്, പ്ലസ് നമ്മുടെ ഡിമാൻഡ് എത്രത്തോളമാണ്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എത്ര ആളുകളെ വേണ്ടതുണ്ട്. ഈ രണ്ടിൻ്റെയും ഇൻഫർമേഷനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻഫർമേഷനെ തമ്മിൽ കമ്പയർ ചെയ്യുക, ഡിമാൻഡിനെയും സപ്ലൈനെയും കമ്പയർ ചെയ്യുന്നതിനാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഗ്യാപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനാണ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. ലോങ് ടേം ആവാം അല്ലെങ്കിൽ ഷോർട്ട് ടേം ആവാം. ലോങ് ടേം HR പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 5 years അല്ലെങ്കിൽ അതിലും കൂടുതൽ നമ്പർ ഓഫ് ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ് നടത്തുകയാണെങ്കിൽ അതിനെ ലോങ് ടേം HR പ്ലാനിങ് എന്ന് പറയും. ഷോർട്ട് ടേം HR പ്ലാനിങ് എന്ന് പറയുന്നത് 1 to 5 year വരെയുള്ള HR പ്ലാനിങ് നമ്മൾ നടത്തുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം HR പ്ലാനിങ് എന്ന് പറയും. പിന്നെ ഇറ്റ് ഈസ് എ 2-phased പ്രോസസ്സ്. 2 സ്റ്റേജസ് ആയിട്ടാണ് അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 സബ് പ്ലാൻസ് ഉണ്ട് എന്ന് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ എ മാൻ പവർ ഡിമാൻഡ് പ്ലാൻ, മറ്റൊന്ന് എ മാൻ പവർ സപ്ലൈ പ്ലാൻ. മാൻ പവറിൻ്റെ ഡിമാൻഡ് എത്രയുണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, മാൻ പവറിൻ്റെ സപ്ലൈ എത്രയുണ്ട് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് മാൻ പവർ എൻവയോൺമെൻറ്റ്. നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യണമെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അപ്പോൾ മാൻ പവർ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയും ഇതിനകത്ത് വരുന്നു. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് HRP, ഒപ്റ്റിമം യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് HR എന്ന് പറഞ്ഞു. ഫോർകാസ്റ്റിംഗ്, എൻഷുവർ ടൈംലി അവൈലബിലിറ്റി ഓഫ് HR, അതായത് ഒരു പൊസിഷൻ വേക്കൻ്റ് ആവുന്ന ആ സമയത്ത് തന്നെ ഒരു പുതിയ ആളെ ഹയർ ചെയ്യണം. ടു ലിങ്ക് HRP വിത്ത് ഓർഗനൈസേഷണൽ പ്ലാനിങ്. ഓർഗനൈസേഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഓർഗനൈസേഷൻ്റെ പ്ലാൻ അതിനായിട്ട് ലിങ്ക് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ പ്ലാനിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കണം HR പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഹായിക്കുന്ന, അതിനെ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നതായിരിക്കണം. ടു ഡിറ്റർമൈൻ ദ ലെവൽസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. റിക്രൂട്ട്മെൻറ്റ് പല ലെവൽസിലായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഫേംസ് ഉണ്ടാവും. ഇപ്പോൾ 3 ലെവൽ ഒക്കെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ, അതായത് ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതൊക്കെ അടങ്ങിയ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലുള്ള ഫേംസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോസസ്സിലൂടെ ഇൻ്റർവ്യൂയിലൂടെ തന്നെ ഹയർ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ലെവൽസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ട്രെയിനിങ് എങ്ങനെയായിരിക്കണം,
അതായത് ഹയർ ചെയ്ത് ഉടനെ തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണോ, അല്ലെങ്കിൽ ഒരു ജോബ് പൊസിഷനിൽ അസൈൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത്, എത്രത്തോളം ട്രെയിനിങ് കൊടുക്കണം, എപ്പോഴൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് HR പ്ലാനിങ്ങിലാണ്. ടു അസസ് ദ സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് HR. സർപ്ലസും ഉണ്ടാവാൻ പാടില്ല, ഷോർട്ടേജും ഉണ്ടാവാൻ പാടില്ല. HRൻ്റെ രണ്ടും ഫേമിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ രണ്ടും ഉണ്ടാവാതെ നോക്കണം HR പ്ലാനിങ്ങിലൂടെ നമ്മൾ. ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് HR ഹ്യൂമൻ റിസോഴ്സിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും, അവരുടെ ഹയറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് എത്രയായിരിക്കും, പിന്നെ അതുപോലെ തന്നെ അവരെ ഫേമിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വരുന്ന കോസ്റ്റ് എത്രയാണ്, ഇതൊക്കെ നമ്മൾ HR പ്ലാനിങ്ങിൽ കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, പുതിയ ജോബ് പൊസിഷൻസ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പുതിയ ഒരു ജോബ് പൊസിഷൻ അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവണം. അപ്പോൾ ആ പുതിയ ജോബ് പൊസിഷനിലേക്ക് നമ്മൾ ആളുകളെ ഹയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. Need and importance helps in hiring right people in right job, helps in formulating suitable training program. Training program ഒക്കെ പ്ലാൻ ചെയ്യുന്നത് HR പ്ലാനിങ്ങിലാണ്. പ്രൊവിഷൻ ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. റീപ്ലേസ്മെൻറ്റ് ഓഫ് പേഴ്സണൽ സംഭവിക്കുന്ന എപ്പോഴാണ്, ഒരാൾ കറൻ്റ്ലി നമ്മുടെ ഫേമിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ റിസൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാൾ ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണ്, അപ്പോഴൊക്കെ ജോബ് പൊസിഷൻ വാക്കൻ്റ് ആവും. അപ്പോൾ അവിടെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. റൈറ്റ് ടൈമിൽ തന്നെ ഹയർ ചെയ്യണം. ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ. എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് HR. ആൻറ്റിസിപ്പേറ്റ്സ് കോസ്റ്റ് ഓഫ് HR. ഹെൽപ്ഫുൾ ഇൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനനുസരിച്ച് ഉള്ള വർക്ക് ഫോഴ്സിനെ ഒന്നെങ്കിൽ ഹയർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കറൻ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ സ്കിൽസിനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് HR പ്ലാനിങ് കണ്ടക്ട് ചെയ്യണം. ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഫോർ ഫിസിക്കൽ ഫെസിലിറ്റീസ് ലൈക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ക്യാൻറ്റീൻ എക്സെട്ര. അതായത് എംപ്ലോയീസിൻ്റെ മുറയിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവർക്ക് എക്സ്ട്രാ അമ്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അതായത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടുതലാക്കാം നമ്മുടെ ഓർഗനൈസേഷനകത്ത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും HR പ്ലാനിങ്ങിലാണ്. ഇങ്ങനെയുള്ള എന്തൊക്കെ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇനി റീസൺസ് ഫോർ ഇൻക്രീസ്ഡ് ഫോക്കസ് ഓൺ HRP. HRPയിലുള്ള ഇമ്പോർട്ടൻസ് കൂടാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ആളുകൾ HRP അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യണം എന്ന് ഇപ്പോൾ കൂടുതലായിട്ട് ആലോചിക്കാൻ തുടങ്ങിയത്? എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ഒരു ഫാക്ടറാണ്. കാരണം എന്താണ്, കറൻറ്റ് എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ സ്കിൽഡ് ആണോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് വേണം, അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ ഒരുപാട് നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എങ്ങനെയുള്ള എംപ്ലോയീസാണ്, സ്കിൽഡ് ആണോ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ പ്ലാൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ട്രെയിനിങ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനെയും പറ്റി പ്ലാൻ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എംപ്ലോയീസിനെ ഫിറ്റായിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് കിട്ടും. പിന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നോളജി ചേഞ്ച് ഉണ്ടാകുന്നതിനനുസരിച്ചുള്ള ഒന്നെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന്, അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യാം. പിന്നെ ഓർഗനൈസേഷണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ജോബ് പൊസിഷൻസ് ക്രിയേറ്റ് ആവും. ആ സമയത്ത് നമ്മൾ HR പ്ലാനിങ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹയറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത്, പിന്നെ അതുപോലെ അവർ ജോബിലേക്ക് അസൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനൊക്കെ കോസ്റ്റ് ഇൻകേർഡാണ്. ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. അപ്പോൾ അതിനെ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്യണം. നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ആവശ്യം ഒരിക്കലും നടക്കാതെ പോകുന്ന തരത്തിലാവരുത്. നമുക്ക് റൈറ്റ് എംപ്ലോയീസിനെ തന്നെ കിട്ടണം, പക്ഷേ നമ്മൾക്ക് ചിലവ് ചുരുക്കണമെങ്കിൽ റൈറ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലവ് ചുരുക്കാൻ സാധിക്കും.
പിന്നെ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ലെജിസ്ലേറ്റീവ് കൺട്രോൾസ്, ലോസ് അല്ലെങ്കിൽ റൂൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ലേബർ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ലോസ് അല്ലെങ്കിൽ റൂൾസ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ അനുസരിച്ചാണോ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് HR പ്ലാനിങ്ങിലൂടെയാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ലേബർ ലോസിനൊക്കെ അനുസരിച്ചായിരിക്കണം ആ ആക്ടിവിറ്റീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്ത് അയാളെ റൈറ്റ് ജോബിൽ അസൈൻ ചെയ്യുന്നത് വരെയുള്ള ടൈമിനാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഇത് വളരെ കൂടുതലാണ്. ആ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഇടയിലുള്ള നമ്മൾ ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ട് ഫോർമുലേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു എവ്രി വൺ. ഹാവ് എ നൈസ് ഡേ.